എന്തൊരു വയ്യാവേലിയാ ഇത്. സൂയിസൈഡ് ടെൻഡൻസി ഉള്ള മരണത്തിന് ഇവിടെ താമസിപ്പിക്കരുതെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. കാർത്തിയേട്ടാ, അത് അവൾ എഴുതിയ കത്താണോ? എന്താ അതിൽ എഴുതിയേക്കുന്ന വായിച്ചേ? ഇങ്ങനെ എല്ലാവരോടും കൂടി ഞാൻ എല്ലാവർക്കും ഒരു ശല്യമാണെന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. ഞാൻ കാർത്തിയെ ഒത്തിരി സ്നേഹിച്ചു. പക്ഷേ ഇടയ്ക്ക് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്തായാലും കാർത്തിക്കും മീനാക്ഷിക്കും ഒരു ഭാരമാകാതെ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. പോവുകയെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോവാണ്. മരണം കൊണ്ടും ഞാൻ നിങ്ങൾക്കൊരു ഭാരമാവുന്നില്ല. വല്ല റെയിൽവേ പാളത്തിലോ കായലിലോ എന്റെ ശവം കണ്ടേക്കാം എന്ന് എല്ലാവർക്കും അന്യായ മൈഥിലി. എടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? ഇത് അങ്ങനെ തന്നെ. പറമ്പിലും മരങ്ങളിലൊന്നും ഇല്ല, കിണറ്റിലും ഇല്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? അവള് കത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെ നോക്കട്ടെ. മോനെ, അവളെ കാണാതായ വിവരം നീ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കേ. ആ, അത് വേണം. അവളെവിടെയെങ്കിലും പോയി ഒടുങ്ങും. അവസാനം അതെല്ലാം കൂടെ നിന്റെ പെടലേക്ക് വരും. നീ വിളിച്ചു പറ. അതിനു മുൻപ് അവളുടെ മൊബൈലിലൊന്ന് വിളിച്ചു നോക്ക്. അത് ശരിയാ. ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാലോ. നീ ഒന്ന് വിളിക്ക. ഇവിടെ കണ്ടുണ്ടല്ലോ. അവളുടെ ഫോൺ എവിടെയുണ്ട്? അപ്പൊ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാ പോയേക്കുന്നെ. ഇനി വല്ല റെയിൽ പാളത്തിൽ നോക്കിയാ മതി. എന്നാ പിന്നെ വൈകിക്കണ്ട, പോലീസിനെ അറിയിക്കും. വിളിക്ക. ഹലോ, പോലീസ് കൺട്രോൾ റൂം. ACP കാർത്തിക് സ്പീക്കിംഗ്. ഒരു മിസ്സിംഗ് കേസ് പറയാനുണ്ട്. ഓക്കെ, ശരി. ഒന്നിനു പിറകെ മറ്റൊന്നായി ദുർനിമിത്തങ്ങൾ പിന്നെയും തുടരുകയാണല്ലോ എന്റെ ദൈവമേ. ഇന്ന് കുഞ്ഞിന്റെ ചോറൂണ് നടക്കേണ്ടതല്ലേ? അതിനിപ്പോ എങ്ങനെ നടക്കാനാ? എന്തു വന്നാലും കുഞ്ഞിന്റെ ചോറൂണ് നടത്തിയേ പറ്റൂ. അതെങ്ങനെ നടത്താനമ്മേ? കുഞ്ഞിന്റെ അമ്മ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാതെ എങ്ങനെ ചോറൂണ് നടത്തും? കുഞ്ഞിന്റെ ചോറൂണുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. കുഞ്ഞിന്റെ ചോറൂണുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയുന്നത് അതൊരു തരം മുടന്ത ന്യായമാണ്. എന്തായാലും അവള് കുഞ്ഞിനെ പ്രസവിച്ച അമ്മയല്ലേ? മൈഥിലി ചെമ്പകമംഗലം ജഗദീഷിന്റെ ഭാര്യയായിട്ടാണോ അതോ ആ മൈഥിലിയുടെ നാത്തൂനായിട്ടാണോ സംസാരിക്കുന്നത്? എന്തൊക്കെയാ നന്ദിനിയടുത്ത് ഈ പറയുന്നേ? എന്റെ ആങ്ങളെ വൈശാഖുമായിട്ട് അവൾക്കിപ്പോ എന്താ ബന്ധം? ബന്ധമുണ്ട്. ഈ വീട്ടിൽ നടത്തിയ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ മൈഥിലിയോടൊപ്പം ആ അവനെ വെള്ള പൂശി പുണ്യാളനാക്കി മാറ്റാനാണോ നിന്റെ ഉദ്ദേശം? ആ വൃത്തികെട്ടവൻ ഒറ്റ ഒരുത്തനാ ഈ വീട്ടിലെ സമാധാനം കളഞ്ഞത്, അറിയോ? നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. എന്തായാലും ഇന്ന് കുഞ്ഞിന്റെ ചോറൂണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത് അത് നടത്തണം. അത് മറ്റൊരു ശാപമാ. ഇവിടെ ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയുടെ ശവശരീരം ഇപ്പൊ വല്ല റെയിൽ പാളത്തിലും ചിന്നി ചിതറി കിടപ്പുണ്ടാവും. ഈ അവസ്ഥയിൽ കുഞ്ഞിന് അന്നം കൊടുത്ത് തുടങ്ങുന്നത് പാപമല്ലേ? ഇന്ന് തന്നെ ചോറ് കൊടുക്കൽ ചടങ്ങ് നടത്തിയില്ലെങ്കിൽ അത് ഈ തറവാടിന് തന്നെ ആപത്താണെന്നാ വാഴപ്പാടി തിരുമേനി പറഞ്ഞത്. തിരുമേനി അങ്ങനെ പലതും പറയും.
21 ദിവസം കാർത്തി മൈഥിലിയും ഒരേ ബെഡ്റൂമിൽ കഴിയട്ടെ എന്ന് പറഞ്ഞതും ഇതേ തിരുമേനിയല്ലേ? അതെ, മാലതിക്ക് എന്താ ഈ കാര്യത്തിൽ ഇത്ര വാശി? ഞങ്ങളറിയാതെ ഏതോ കൂട്ടുകച്ചവടത്തില് മാലതിക്ക് ഷെയർ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ദേ സാവിത്തേച്ചി, മര്യാദയോട് പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യോടി? ദേ മതി, നിർത്ത. ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമളിന്റെ മുമ്പിൽ വെച്ച നിങ്ങളുടെ ഈ പെരുമാറ്റം ഒന്ന് ഓർത്തു വേണം. ചോറൂണിനെ പറ്റിയുള്ള തീരുമാനം ഞാൻ പറയും. അതങ്ങ് രണ്ടുപേരും അനുസരിച്ചാ മതി. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ മൈഥിലി എന്നു പോയോ അന്നേ അവൾ അമ്മയല്ലാതായി മാറി.